Hi friends, welcome to Edumendo. This video will be learning about the working of blockchain. ഓൾറെഡി ഉള്ളൊരു ബ്ലോക്ക് ചെയിൻ ഉണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ പുതിയതായിട്ട് ബ്ലോക്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആഡ് ചെയ്യണതെന്നാണ് ഈ വർക്കിംഗ് ഓഫ് ദി ബ്ലോക്ക് ചെയിനിൽ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So this figure represents the working of a blockchain. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യുന്നത് 5 സ്റ്റെപ്സ് ആയിട്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഇനീഷ്യേറ്റഡ്, അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നു, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു യൂസർ ഉണ്ട്, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു യൂസർ ബി എന്ന് പറയുന്ന യൂസറിലോട്ട് എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫർ ചെയ്തു. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഓഫ് സം വാല്യൂസ് ഓർ ട്രാൻസ്ഫർ ഓഫ് സം ഇൻഫർമേഷൻ. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആ നെറ്റ്വർക്കിലുള്ള എല്ലാവരെയും അറിയിക്കും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ട്രാൻസാക്ഷൻ ബ്രോഡ്കാസ്റ്റ്. ആ ഒരു പിയർ ടു പിയർ നെറ്റ്വർക്കിൽ എത്ര നോഡ്സ് ഉണ്ടോ എല്ലാ നോഡ്സിനെയും നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടന്ന കാര്യം ബ്രോഡ്കാസ്റ്റ് ചെയ്ത് അറിയിച്ചു കൊടുക്കും. അത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് എ ന്യൂ ബ്ലോക്ക്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ മൈനിങ് എന്ന് പറയും. ഫൈൻഡിങ് എ ന്യൂ ബ്ലോക്ക് ഓർ മൈനിങ് ഓഫ് ബ്ലോക്സ്. ഇത് ചെയ്യുന്നത് സ്പെഷ്യൽ നോഡ്സ് ആണ്. മൈനേഴ്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ നോഡ്സ് ആണ് ഈ ഒരു ടാസ്ക് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും, പുതിയതായിട്ട് ഒരു ബ്ലോക്ക് കണ്ടുപിടിക്കും. ബ്ലോക്കിലോട്ടാണ് നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ആയ ട്രാൻസാക്ഷൻസിന് ആഡ് ചെയ്യുന്നത്. അപ്പൊ പുതിയ ബ്ലോക്കിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ ചെയ്യുന്നതാണ് തേർഡ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ന്യൂ ബ്ലോക്ക് ഫൗണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പ്രീവിയസ്ലി മൈനിങ് എന്ന് പറയുന്ന പ്രോസസ് ഒക്കെ ചെയ്ത് നമുക്കിപ്പോ ഒരു പുതിയ ബ്ലോക്ക് കിട്ടി. അതാണ് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ്. അപ്പൊ ഈ കിട്ടിയേക്കുന്ന ന്യൂ ബ്ലോക്കിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ്ലി ജനറേറ്റ് ചെയ്തെടുത്തേക്കുന്ന ആ ട്രാൻസാക്ഷൻസിനെ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ ബ്ലോക്കിന് നമ്മുടെ കറന്റ് ബ്ലോക്ക് ചെയിനിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ നിലവിലുള്ള ബ്ലോക്ക് ചെയിൻ ആണ് ഇപ്പൊ ഈ ഫിഗറിൽ കാണുന്നത്. ഈ ബ്ലോക്ക് ചെയിനിന്റെ ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ട് നമ്മൾ ഈ ന്യൂലി ജനറേറ്റഡ് ബ്ലോക്കിന് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ ബ്ലോക്കിൽ നിന്ന് പ്രീവിയസ് ബ്ലോക്കിലോട്ട് ഒരു പോയിന്റർ കൊടുക്കും. എന്താണ് ആ പോയിന്റർ? നമ്മളൊരു ബ്ലോക്കിന്റെ എലിമെന്റ്സ് ഓഫ് എ ബ്ലോക്കിൽ കണ്ടിരുന്നു പ്രീവിയസ് ബ്ലോക്കിന്റെ ഹാഷ് വാല്യൂ. ആ ഹാഷ് വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബ്ലോക്ക് ചെയിനിന്റെ ലാസ്റ്റ് നോഡിലോട്ട് പുതിയ നോഡിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഹൗ ദ ബ്ലോക്ക് ചെയിൻ ഗെറ്റ്സ് ഗ്രോയിങ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ബ്ലോക്ക് ചെയിന്റെ വർക്കിംഗ്. ഫസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. ആ ട്രാൻസാക്ഷൻ നടന്നതായിട്ട് ആ നെറ്റ്വർക്കിലുള്ള എല്ലാവരെയും നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് അറിയിക്കും. ഇനി അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നതായിട്ട് മൈനേഴ്സ് അറിഞ്ഞു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, അവര് മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഫൈനലി അവരൊരു ബ്ലോക്കിനെ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിച്ച ബ്ലോക്കിനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിനിലോട്ട് ആഡ് ചെയ്യും. ഇത്രയാണ് നമ്മളുടെ സ്റ്റെപ്സ്. ഇനി ഇത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. So the first step is transaction is initiated. A node starts a transaction by first creating it and then digitally signing it with its private key. അപ്പൊ ഏതെങ്കിലും ഒരു നോഡ് സെൻഡർ റിസീവറിലോട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തും. ആ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, സെൻഡറിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് ആ ട്രാൻസാക്ഷനെ ഡിജിറ്റലി സൈൻ ചെയ്യും. അപ്പൊ ഈ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ടാണ് നമ്മൾ ആ ട്രാൻസാക്ഷന്റെ സെൻഡറിനെ ഓതന്റിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ട്രാൻസാക്ഷൻ വാലിഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ഡിജിറ്റൽ സൈൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് വാല്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട്സ് ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഒക്കർ ബിറ്റ്വീൻ 2 or more പാർട്ടീസ്. അപ്പൊ ആ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് രണ്ടുപേരുടെ ഇടയിൽ മാത്രം ആവണമെന്നില്ല. ചിലപ്പോൾ ഒരാള് 2-3 പേർക്ക് ഒന്നിച്ച് അയക്കണ ഒരു ട്രാൻസാക്ഷൻ ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസാക്ഷന് ഇനീഷ്യേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. Now the second step is transaction is validated and broadcasted. അപ്പൊ ആദ്യം നമ്മൾ ആ ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്യും, അതിനുശേഷം നമ്മൾ ആ ട്രാൻസാക്ഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഓൾറെഡി ആർക്കിടെക്ചർ ഓഫ് ദ ബ്ലോക്ക് ചെയിൻ പഠിച്ചപ്പോൾ അതിലൊരു ലെയർ കണ്ടിരുന്നു, പിയർ ടു പിയർ ലെയർ. നെറ്റ്വർക്ക് ലെയറിന്റെ ടോപ്പിൽ വരുന്ന പിയർ ടു പിയർ ലെയർ. അപ്പൊ ആ ലെയറിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇൻഫോർമേഷൻസിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യും. ഗോസിപ്പ് പ്രോട്ടോകോൾ, റൗട്ടിംഗ് പ്രോട്ടോകോൾ, ഫ്ലഡിംഗ് പ്രോട്ടോകോൾ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫോർമേഷൻസിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ട്രാൻസാക്ഷനെ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ട്രാൻസാക്ഷന് ആ നെറ്റ്വർക്കിലുള്ള എല്ലാവരിലോട്ടും നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ പറയുന്ന പ്രോട്ടോകോൾസ് വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ ദ ഗോസിപ്പ് പ്രോട്ടോകോൾസ്. അപ്പൊ ഗോസിപ്പ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ എന്ത് വേണം, ബിഫോർ ദാറ്റ് വി ഹാവ് ടു വെരിഫൈ ഓർ എൻഷുർ ദ വാലിഡിറ്റി ഓഫ് ദാറ്റ് ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷനെ നമ്മൾ
വാലിഡ് ആണോ എന്നുള്ളത് ആദ്യം തന്നെ വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ ട്രാൻസാക്ഷന് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മള് നോർമൽ കേസസിൽ തന്നെ പറയില്ലേ, നമ്മൾ സാധാരണ ഇപ്പൊ ഒരു കാര്യം ബാക്കിയുള്ളവരെ അറിയിക്കുന്ന സമയത്ത് നമ്മളുടെ ഇടയിൽ സാധാരണ ഗോസിപ്പുകൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പറയില്ല, ആദ്യം ആ പറയുന്ന കാര്യം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം വേണം ആ ഒരു ന്യൂസിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗോസിപ്പ് അടിക്കാനായിട്ട്. അപ്പൊ അതേപോലെ ഇപ്പൊ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ ആദ്യം ആ ട്രാൻസാക്ഷനെ നമ്മൾ വാലിഡ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യും. എന്നിട്ട് അത് വാലിഡ് ആണെങ്കിൽ അതിനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കും, അതായത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കും യൂസിങ് സം പ്രോട്ടോകോൾസ് ലൈക്ക് ഗോസിപ്പ് പ്രോട്ടോകോൾ. അപ്പൊ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ബ്രോഡ്കാസ്റ്റിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. Now the third step is find new block. ഇപ്പൊ ഒരു ട്രാൻസാക്ഷനെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ട്രാൻസാക്ഷൻ നടന്നെന്നുള്ളത് ആ നെറ്റ്വർക്കിലുള്ള എല്ലാവരും അറിയും അല്ലെ. അപ്പൊ അങ്ങനെ എല്ലാവരും അറിയുന്ന സമയത്ത് ആ നെറ്റ്വർക്കില് ചില സ്പെഷ്യൽ പാർട്ടിസിപ്പൻസ്, അതായത് സ്പെഷ്യൽ നോഡ്സ്, ദേ ആർ നോൺ ആസ് മൈനേഴ്സ് ഓൺ ദി ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്. അവർ പറയും ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നെന്നുള്ളത്. ഈ മൈനേഴ്സ് ആണ് ഈ ട്രാൻസാക്ഷന് പുതിയ ബ്ലോക്കിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പുതിയ ബ്ലോക്കിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ മൈനേഴ്സിന്റെ ടാസ്ക് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, പുതിയതായിട്ട് ഒരു ബ്ലോക്കിന് ക്രിയേറ്റ് ചെയ്യണം. സോ ദ പ്രോസസ് ഓഫ് മൈനിങ് സ്റ്റാർട്ട്സ്. അപ്പൊ മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പ്രോസസ്സിന്റെ റിസൾട്ട് ആയിട്ടാണ് പുതിയ ബ്ലോക്കിന് ജനറേറ്റ് ചെയ്യുന്നത്. ദിസ് പ്രോസസ് ഈസ് സംടൈംസ് റെഫേർഡ് ടു as ഫൈൻഡിങ് എ ന്യൂ ബ്ലോക്ക്. അപ്പൊ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ ഒരു മൈനർ അല്ല ഉണ്ടായിരിക്കുക, അതിന്റെ അകത്ത് കുറെ മൈനേഴ്സ് ഉണ്ടായിരിക്കും. ഇവര് തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുകയായിരിക്കും, ആരുടെ ബ്ലോക്കിനെയാണ് ബ്ലോക്ക് ചെയിനിലോട്ട് ആഡ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ എല്ലാ മൈനേഴ്സും ചിലപ്പോൾ ഒരു ബ്ലോക്ക് ജനറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ആരുടെ ബ്ലോക്കിനെയാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ടാസ്ക് വെച്ചിട്ടാണ്. അതായത് ഈ മൈനേഴ്സിനൊക്കെ നമ്മളൊരു ക്രിപ്റ്റോഗ്രഫിക് പസില് സോൾവ് ചെയ്യാൻ കൊടുക്കും, അതായത് ഒരു മാത്തമാറ്റിക്കൽ പസില്. അത് സാധാരണ നമ്മളുടെ ഒരു നോർമൽ കമ്പ്യൂട്ടർ ഒന്നും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പൊ ചിലർ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് ബ്ലോക്ക് ചെയിനിൽ മൈനേഴ്സ് ആയിക്കൂടെ, മൈനേഴ്സ് ആയിട്ട് നമ്മൾ പുതിയ ബ്ലോക്സ് ഒക്കെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടില്ലേ. ഈ മൈനേഴ്സ് പുതിയ ബ്ലോക്ക് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ അവർക്ക് ബിറ്റ് കോയിൻസിന് റിവാർഡ് ആയിട്ട് കൊടുക്കും. അപ്പൊ ആ കൊടുക്കുന്ന റിവാർഡ് എന്ന് പറയുന്നത് ചെറിയ ബിറ്റ് കോയിൻ ആയിരിക്കും, പക്ഷെ ആ ബിറ്റ് കോയിന് നമ്മളുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂയിലോട്ടേക്ക് നമ്മൾ മാറ്റുമ്പോൾ അത് ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും ഒരു വലിയ എമൗണ്ട് ആണ്. നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, 1 ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഇന്നത്തെ എത്ര വാല്യൂ ആണെന്നുള്ളത്. അപ്പൊ അത്രയും വലിയൊരു എമൗണ്ടിന് ഈ മൈനേഴ്സിന് കിട്ടും. അപ്പൊ അത്രയും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കും കൂടി ചെയ്തുകൂടി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മളുടെ ഒരു നോർമൽ ലാപ്ടോപ്പ് ഒന്നും വെച്ചിട്ട് നമുക്ക് ആ ക്രിപ്റ്റോഗ്രാഫിക് പസിലിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് അത്രയും കമ്പ്യൂട്ടേഷണൽ പവർ ഉള്ള, അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആ പസിൽ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ആരാണ് ഫസ്റ്റ് പസിൽ സോൾവ് ചെയ്യുന്നത്, അയാളുടെ ബ്ലോക്കിനെയാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. ആ ബ്ലോക്കിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിനിലോട്ട് ആഡ് ചെയ്യുന്നത്. മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക, അതായത് പുതിയ ബ്ലോക്കിനെ കണ്ടുപിടിക്കലാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ന്യൂ ബ്ലോക്കിനെ നമ്മൾ കൺഫേം ചെയ്യുന്നതാണ്. വൺസ് എ മൈനർ സോൾവ്സ് എ മാത്തമാറ്റിക്കൽ പസിൽ, the block is considered found and finalized. അതായത് ആരാണോ ക്രിപ്റ്റോഗ്രാഫിക് പസിലിനെ സോൾവ് ചെയ്ത് കഴിയുന്നത് അയാളുടെ ബ്ലോക്കിനെയാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഒരു ബ്ലോക്ക് ഫൗണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു ബ്ലോക്കിനെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ബ്ലോക്കിനെ നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ദ ട്രാൻസാക്ഷൻ ഈസ് കൺസിഡേർഡ് കൺഫേംഡ്. അങ്ങനെ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷന് ഈ പുതിയ ബ്ലോക്കിലോട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ആ ട്രാൻസാക്ഷന് കംപ്ലീറ്റഡ് ആയിട്ട് കൺഫേംഡ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ ഒരു പുതിയ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്, ആ ബ്ലോക്കിലോട്ട് നമ്മൾ ട്രാൻസാക്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ബ്ലോക്കിനെ എക്സിസ്റ്റിംഗ് ബ്ലോക്ക് ചെയിനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ ലാസ്റ്റ് സ്റ്റെപ്പ്, ആഡ് ന്യൂ ബ്ലോക്ക് ടു ദ ബ്ലോക്ക് ചെയിൻ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഇതിനു മുന്നേ നമുക്ക് കാണാം, യൂഷ്വലി ഇൻ ക്രിപ്റ്റോ കറൻസി ബ്ലോക്ക് ചെയിൻ സച്ച് as Bitcoin, the miner who solves a mathematical puzzle is also rewarded with a certain number of coins as an incentive for their effort and the resources they spend in the mining process. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണിത്. അതായത് ഈ ക്രിപ്റ്റോ കറൻസി ബ്ലോക്ക് ചെയിൻസിൽ, അതായത് ഇപ്പൊ ബിറ്റ്കോയിൻ നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഇതേറിയം നെറ്റ്വർക്കിലൊക്കെ ഈ മൈനേഴ്സ് പുതിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു മാത്തമാറ്റിക്കൽ പസിൽ സോൾവ് ചെയ്യും. ആ സോൾവ് ചെയ്തതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇവരുടെ ബ്ലോക്കിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പസിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് ടൈം എടുക്കണം, ഒരുപാട് എഫേർട്ട് എടുക്കണം.
അതുപോലെ ഇവർക്ക് അതിന് വേണ്ട കമ്പ്യൂട്ടേഷണൽ പവർ ഉള്ള റിസോഴ്സസ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത്രയും കാര്യങ്ങൾ ഇവര് എടുക്കുന്ന ഇൻസെന്റീവ് ആയിട്ട്, അതിന്റെ ഒരു റിവാർഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പസിൽ സോൾവ് ചെയ്ത് കഴിയണ മൈനേഴ്സിന് നമ്മൾ കുറച്ച് കോയിൻസ് റിവാർഡ് ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ കണ്ട കാര്യമാണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താ, ഇവര് ക്രിയേറ്റ് ചെയ്ത ബ്ലോക്കിന് നമ്മൾ ബ്ലോക്ക് ചെയിനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. The newly created block is validated. Transactions or smart contracts within it are executed and it is propagated to other peers. അപ്പൊ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബ്ലോക്കിന് നമ്മൾ എന്ത് ചെയ്യും, ഈ ബ്ലോക്ക് കംപ്ലീറ്റ്ലി വാലിഡേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തെന്നുള്ളത് നമ്മൾ ബാക്കി എല്ലാ പിയേഴ്സിന്റെ അടുത്തും എല്ലാ നോഡ്സിന്റെ അടുത്തും അറിയിക്കും. എന്തിനാ നമ്മൾ അങ്ങനെ അറിയിക്കുന്നത്, കാരണം ഈ ബ്ലോക്കിനെ നമ്മൾ ബ്ലോക്ക് ചെയിനിലോട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു നോഡിൽ മാത്രം അത് അപ്ഡേറ്റ് ആയാൽ പോരാ. ആ ഒരു നെറ്റ്വർക്കിൽ എത്ര നോഡ്സ് ഉണ്ടോ എല്ലാ നോഡ്സിന്റെ കയ്യിലുള്ള ബ്ലോക്ക് ചെയിനിലോട്ടും അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ലെഡ്ജറിലോട്ടും ഈ ഒരു അപ്ഡേഷൻ നടക്കണം. എങ്കിലാണ് എല്ലാ നോഡ്സിന്റെ കയ്യിലുള്ള ലെഡ്ജേഴ്സും അപ്ഡേറ്റഡ് ആയിട്ട് കംപ്ലീറ്റഡ് ആയിട്ട് വരുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തെന്നുള്ള കാര്യം, അതിനെ ബ്ലോക്ക് ചെയിനിലോട്ട് ആഡ് ചെയ്യുന്നുള്ള കാര്യം എല്ലാ പിയേഴ്സിലോട്ടും അറിയിക്കും. ആൻഡ് ഫൈനലി ഇറ്റ് നൗ ബിക്കംസ് എ പാർട്ട് ഓഫ് ദ ബ്ലോക്ക് ചെയിൻ. അപ്പൊ ഇങ്ങനെയാണ് ഒരു ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യുന്നത്. So that's all for now. Thanks for watching. See you soon in the next video.